ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് സ്ട്രക്ചർ ആൻഡ് യൂണിയൻ. നേരത്തെ നമ്മൾ കണ്ടിരുന്നു അറേ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്തിട്ട് സെയിം ഡാറ്റ ടൈപ്പുള്ള എലമെൻസിനെ സ്റ്റോർ ചെയ്യുന്നത്. എന്നാൽ റിയൽ ലൈഫ് പ്രോഗ്രാമിൽ എല്ലായ്പ്പോഴും സെയിം ഡാറ്റ ടൈപ്സ് മാത്രമുള്ള ഡാറ്റയുടെ കളക്ഷൻ ആയിരിക്കില്ല നമുക്ക് വരിക. അത്തരം സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാനാണ് സ്ട്രക്ചറും യൂണിയനും എന്ന് പറയുന്ന യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സുകൾ യൂസ് ചെയ്യുന്നത്. സ്ട്രക്ചറിൻ്റെ ഡെഫിനിഷനാണ്: ഇറ്റ് ഈസ് എ മെക്കാനിസം ഫോർ packing data of different items. Then the syntax: struct, structure, tag name, curly brace, data type n1, data type n2, then curly brace close ചെയ്തു semicolon. സ്ട്രക്റ്റ് എന്ന് പറയുന്നത് ഒരു കീവേഡാണ്. സ്ട്രക്ചർ ടാഗ് നെയിം എന്ന് പറയുന്നത് നമ്മൾ സ്ട്രക്ചറിന് കൊടുക്കുന്ന പേരാണ്. നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ദെൻ അതിനകത്ത് സ്റ്റോർ ചെയ്യുന്ന എലമെൻറ്റ്സ് വിത്ത് ഡാറ്റ ടൈപ്പോട് കൂടിയിട്ട് പറഞ്ഞു കൊടുക്കുന്നു. അത് എത്ര എണ്ണം വേണമെങ്കിലും അതിനകത്ത് നമുക്ക് സ്റ്റോർ ചെയ്യാം. ദെൻ കെളി ബ്രേസ് ക്ലോസ് ചെയ്യുന്നു. ദെൻ സെമിക്കോളൻ. ഇതാണ് സ്ട്രക്ചറിൻ്റെ ഒരു ജനറൽ ഫോമാറ്റ്. സ്ട്രക്ചറിൻ്റെ ഒരു എക്സാമ്പിളാണ് സ്ട്രക്റ്റ് സ്റ്റുഡൻറ്റ്. സ്ട്രക്റ്റ് എന്ന് പറയുന്നത് കീവേഡ്, സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നത് സ്ട്രക്ചർ ടാഗ് നെയിം. ദെൻ അതിനുള്ളിലേക്ക് നമുക്ക് സ്റ്റോർ ചെയ്യുന്ന എലമെൻറ്റ്സ് അല്ലെങ്കിൽ അതിലേക്ക് വേണ്ട ഡാറ്റാസ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്. ക്യാർ നെയിം ഓഫ് 20 ഇൻറ്റു റോൾ നമ്പർ, ഫ്ലോട്ട് m1 m2 m3, കെളി ബ്രേസ് ക്ലോസ് ചെയ്യുന്നു, സെമിക്കോളൻ. സ്ട്രക്ചറിനകത്തുള്ള ഈ എലമെൻറ്റ്സിന് നെയിം, റോൾ നമ്പർ, മാർക്ക് എന്നുള്ള ഈ എലമെൻറ്റ്സിന് പറയുന്ന പേരാണ് സ്ട്രക്ചർ മെമ്പേഴ്സ്. ഇതിനകത്ത് നെയിം എന്ന് പറയുന്നത് 20 നമ്മൾ സൈസ് കൊടുത്തിട്ടുണ്ട്, അത് ക്യാർ ആയിരിക്കും ഡാറ്റ ടൈപ്പ്. റോൾ നമ്പർ ഇൻറ്റീജർ കൊടുത്തിട്ടുണ്ട്. മാർക്ക് എന്ന് പറയുന്നത് പോയിൻ്റ് ഉള്ളത് വരാം. സോ ഡാറ്റ ടൈപ്പ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഫ്ലോട്ടാണ്. അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡാറ്റ ടൈപ്സിൻ്റെ എലമെൻസുകളുടെ ഒരു ഗ്രൂപ്പാണ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത സ്ട്രക്ചർ മെമ്പേഴ്സിനെ നമുക്ക് മെയിൻ ഫങ്ഷനിലേക്ക് ആക്സസ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ ആക്സസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വേരിയബിളിൻ്റെ പേരാണ് സ്ട്രക്ചർ വേരിയബിൾ ഫോർ ആക്സസിങ് സ്ട്രക്ട് മെമ്പേഴ്സ്. അതിൻ്റെ സിൻടാക്സ് ആണ് സ്ട്രക്ട്, ദെൻ സ്ട്രക്ചർ ടാഗ് നെയിം, ദെൻ സ്ട്രക്ചർ വേരിയബിൾസ് v1 v2 v3. അത് എത്ര വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതിനൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്: സ്ട്രക്ട് സ്റ്റുഡൻറ്റ് st1 st2 st3. ഈ സ്ട്രക്ചർ വേരിയബിളിൻ്റെ ക്രിയേഷൻ നമുക്ക് ഡിഫറെൻറ്റ് മെത്തേഡ്സിൽ ചെയ്യാം. ഇതിപ്പോൾ നമ്മളൊരു മെത്തേഡ് പറഞ്ഞു, സ്ട്രക്ട് സ്റ്റുഡൻറ്റ് st1 st2 st3, അങ്ങനെ സെമിക്കോളൻ ഇട്ടിട്ട് നമുക്കത് ക്രിയേറ്റ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന വേറൊരു മെത്തേഡാണ് സ്ട്രക്ട് സ്റ്റുഡൻറ്റ്. നമ്മൾ സ്ട്രക്ചറിൻ്റെ ജനറൽ ഫോമാറ്റിൻ്റെ ഉള്ളിൽ തന്നെ, അതായത് കെളി ബ്രേസ് ഓപ്പൺ ചെയ്തു, ദെൻ ക്ലോസ് ചെയ്തിട്ട് സെമിക്കോളൻ ഇടുന്ന ആ കണ്ടീഷനിൽ സെമിക്കോളന് തൊട്ട് മുമ്പ് നമുക്ക് ഈ വേരിയബിൾസിനെ വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാം. നേരത്തെ എക്സാമ്പിൾ പറഞ്ഞ പോലെ സ്ട്രക്ട് സ്റ്റുഡൻറ്റ്, ദെൻ സ്ട്രക്ചർ മെമ്പേഴ്സ് കൊടുത്തു, കെളി ബ്രേസ് ക്ലോസ് ചെയ്തു, ദെൻ സെമിക്കോളൻ. ഈ സെമിക്കോളൻ്റെ തൊട്ട് മുൻപാണ് നമ്മൾ സ്ട്രക്ട് വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെയും നമുക്ക് സ്ട്രക്ചർ വേരിയബിളിനെ ക്രിയേറ്റ് ചെയ്യാം. ഇനി അറേക്ക് വേണ്ടിയിട്ട് നമുക്ക് സ്ട്രക്ചർ വേരിയബിളിനെ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് വേറൊരു മെത്തേഡാണ്. അറേയുടെ ആവശ്യം വരുന്നത്, ഇപ്പോൾ ഒരു ക്ലാസ്സിൽ 100 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ഓരോ സ്റ്റുഡൻറ്റിൻ്റെയും ഡാറ്റാസ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ വേരിയബിൾ ഉണ്ടാക്കേണ്ടി വരും. അങ്ങനെ ഒരു 100 വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യുന്നത് പോസിബിൾ അല്ല. അത് അവോയ്ഡ് ചെയ്യാനാണ് നമ്മൾ അറേ യൂസ് ചെയ്യണത്. അങ്ങനെ വരുമ്പോൾ സ്ട്രക്ട് സ്റ്റുഡൻറ്റ്, ദെൻ സ്ട്രക്ചർ വേരിയബിൾ, ഒരു വേരിയബിൾ കൊടുത്താൽ മതി. സോ st എന്ന് പറയുന്ന ഒരു വേരിയബിൾ കൊടുത്തു. ദെൻ അറേയുടെ സൈസ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. എത്ര ഡാറ്റയാണോ നമുക്ക് വേണ്ടത് അതിനനുസരിച്ച് അറേ സൈസ് നമ്മൾ ഫിക്സ് ചെയ്യുന്നു. ഇനി അതേപോലെ തന്നെയാണ് പോയിൻ്ററിൻ്റെ കേസ് വരികയാണെന്നുണ്ടെങ്കിൽ, പോയിൻ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ അഡ്രസ്സായിരിക്കും പിക്ക് ചെയ്യുക. സ്ട്രക്ട് സ്റ്റുഡൻറ്റ് സ്റ്റാർ st, ഇതിനകത്ത് നമ്മൾ സ്റ്റാർ എന്നാണ് യൂസ് ചെയ്യുക സ്ട്രക്ചർ വേരിയബിൾ, എന്നിട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. ദെൻ ഈ സ്ട്രക്ചർ വേരിയബിൾ വെച്ചിട്ട് നമുക്ക് മെമ്പറിനെ ആക്സസ് ചെയ്യാനത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുള്ള സിൻടാക്സ് ആണ് സ്ട്രക്ചർ വേരിയബിൾ ഡോട്ട് മെമ്പർ. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ സ്ട്രക്ചർ വേരിയബിൾ ഡോട്ട് ഏത് മെമ്പറിനെയാണോ നമുക്ക് ആക്സസ് ചെയ്യേണ്ടത് ആ മെമ്പറിൻ്റെ പേര്. എക്സാമ്പിളാണ് st1 ഡോട്ട് നെയിം, അതേപോലെ തന്നെ st1 ഡോട്ട് റോൾ നമ്പർ. അങ്ങനെ ഏതൊക്കെയാണോ നമുക്ക് വേണ്ട ഡാറ്റാസ് അതിന് നമുക്ക് അതിൻ്റേതായ സ്ട്രക്ചർ വേരിയബിൾസ് വെച്ചിട്ട് നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അറേയുടെ കേസിലാണെന്നുണ്ടെങ്കിൽ st1 ഡോട്ട് നെയിം അങ്ങനെയായിരിക്കില്ല നമ്മൾ കൊടുക്കുക. കാരണം ഓരോ അറേയുടെ സൈസ് ആയിരിക്കും നമ്മൾ അതിനകത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ st0 ഡോട്ട് നെയിം, st1 ഡോട്ട് നെയിം അങ്ങനെയായിരിക്കും അറേയിൽ കൊടുക്കുക. ഇനി പോയിൻ്ററിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ വേറെ രണ്ട് മെത്തേഡാണ് അതിന് വേണ്ടി യൂസ് ചെയ്യുക.
ഒന്ന് ഇൻഡിറക്ഷൻ നൊട്ടേഷൻ, മറ്റൊന്ന് സെലക്ഷൻ നൊട്ടേഷൻ. ഇങ്ങനെ രണ്ട് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് പോയിൻ്ററിന് നമുക്ക് സ്ട്രക്ചർ വേരിയബിൾ വെച്ചിട്ട് ആക്സസ് ചെയ്യാനായിട്ട് പറ്റുക. പോയിൻ്ററിൻ്റെ സ്ട്രക്ചർ വേരിയബിൾ $st.name, ഇതിനെയാണ് ഇൻഡിറക്ഷൻ നൊട്ടേഷൻ എന്ന് പറയുക. ഇത് തന്നെ വേറൊരു തരത്തിൽ നമുക്ക് ചെയ്യാം. സെലക്ഷൻ നൊട്ടേഷൻ എന്നാണ് അതിന്. സ്ട്രക്ചർ വേരിയബിൾ നമ്മൾ ആരോ മാർക്ക് ഇടും, ദെൻ നമുക്ക് വേണ്ട മെമ്പറിൻ്റെ പേര് st ആരോ മാർക്ക് ഇടുക, ദെൻ നെയിം. ഇങ്ങനെ രണ്ട് മെത്തേഡിലാണ് പോയിൻ്ററിൽ നമ്മൾ സ്ട്രക്ചർ വേരിയബിൾ വെച്ചിട്ട് മെമ്പറിനെ ആക്സസ് ചെയ്യുക. ദെൻ സ്ട്രക്ചറിനെ ഇനീഷ്യലൈസ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിൻ്റെ സിൻടാക്സ് ആണ് സ്ട്രക്റ്റ് സ്ട്രക്ചർ ടാഗ് നെയിം ദെൻ വേരിയബിൾ ഈസ് ഈക്വൽ ടു ലിസ്റ്റ് ഓഫ് വാല്യൂസ്. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. സ്ട്രക്റ്റ് സ്റ്റുഡൻറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത സ്ട്രക്ചറിൻ്റെ വേരിയബിൾ ഈസ് ഈക്വൽ ടു ലിസ്റ്റ് ഓഫ് വാല്യൂസ്. ഇതിൽ ഫസ്റ്റ് നമ്മളിപ്പോൾ കൊടുത്തത് നെയിമാണ്. നെയിം എന്ന് പറയുന്നത് ഡബിൾ കോഡ്സിൽ നമ്മളൊരു സ്ട്രിങ് ആയിട്ട് കൊടുക്കണം. ദെൻ റോൾ നമ്പർ എന്ന് പറയുന്നത് നമ്മൾ ഇൻറ്റീജർ ആയിട്ട് കൊടുത്തു. പിന്നെ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പേഴ്സാണ്. ഫ്ലോട്ട് എന്ന് പറയുന്നത് 1.2, 2.3, അങ്ങനെ. അതായത് ഒരൊറ്റ ലിസ്റ്റിൽ തന്നെ നമുക്കിതെല്ലാം കൊടുക്കാം. സ്ട്രിങ് ആവുമ്പോൾ നമ്മളത് ഡബിൾ കോഡ്സിൽ കൊടുക്കണം എന്നുള്ളത് മാത്രമേ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ഇങ്ങനെയാണ് സ്ട്രക്ചറിനെ ഇനീഷ്യലൈസേഷനും ചെയ്യുക. സ്ട്രക്ചറിൽ വരുന്ന വേറൊരു ടോപ്പിക്കാണ് സ്ട്രക്ചർ വിതിൻ സ്ട്രക്ചർ. അതായത് ഒരു സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ വേറൊരു സ്ട്രക്ചറിനെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നുള്ളത്. അതിനെ പറയുന്ന പേരാണ് നെസ്റ്റിംഗ് ഓഫ് എ സ്ട്രക്ചർ അല്ലെങ്കിൽ നെസ്റ്റഡ് സ്ട്രക്ചർ. ദെൻ അതിൻ്റെ എക്സാമ്പിളാണ് കൊടുത്തിട്ടുള്ളത്. സ്ട്രക്റ്റ് എംപ്ലോയി എന്നാണ് സ്ട്രക്ചർ ടാഗ് നെയിം. അതിൽ സ്ട്രക്ചർ മെമ്പേഴ്സിനെ കൊടുത്തിട്ടുണ്ട്. കെയർ നെയിം, ഇൻഡ് ID, ദെൻ ഫ്ലോട്ട് മാർക്കുകൾ. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഈ സ്ട്രക്ചർ ക്ലോസ് ചെയ്തിട്ടില്ല, കേളി ബ്രേസ് ഓപ്പണിംഗ് ആണ്. അത് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ രണ്ടാമതൊരു സ്ട്രക്ചർ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്, എംപ്ലോയിയുടെ അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനകത്ത് കൊടുക്കുന്ന മെമ്പേഴ്സ് ഈ അഡ്രസ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള മെമ്പേഴ്സിനെ മാത്രമായിരിക്കും. സോ അഡ്രസ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഹൗസ് നമ്പർ നമ്മൾ കേരള കൊടുത്തിട്ടുണ്ട്, സിറ്റി കൊടുത്തിട്ടുണ്ട്, കേരള കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ സൈസൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ രണ്ടാമത് ഒരു സ്ട്രക്ചർ കൂടി നമ്മളിതിനകത്ത് ക്രിയേറ്റ് ചെയ്തു. ഈ രണ്ടാമത്തെ സ്ട്രക്ചറിൻ്റെ സ്ട്രക്ചർ വേരിയബിൾ ആഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് ഈ വാല്യൂ മെമ്പേഴ്സിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന വേരിയബിൾ, അതാണ് ആഡ്. സെക്കൻഡ് ക്രിയേറ്റ് ചെയ്ത സ്ട്രക്ചറിനെയാണ് നമ്മളിവിടെ ക്ലോസ് ചെയ്തിട്ടുള്ളത് സെമിക്കോളൻ. ദെൻ കേളി ബ്രേസ് ഇവിടെ ക്ലോസ് ചെയ്തു. ഇപ്പോഴാണ് ഫസ്റ്റത്തെ സ്ട്രക്ചർ, അതായത് എംപ്ലോയി എന്ന് പറയുന്ന സ്ട്രക്ചർ ക്ലോസ് ചെയ്യുന്നത്. അതിൻ്റെ സ്ട്രക്ചർ വേരിയബിളാണ് നമ്മളിവിടെ EMP എന്ന് പറഞ്ഞു കൊടുത്തു. ദെൻ അത് ക്ലോസ് ചെയ്തു, ടെർമിനേഷൻ കൊടുത്തു, സെമിക്കോളൻ ഇട്ടു. ഇതാണ് സ്ട്രക്ചർ വിതിൻ എ സ്ട്രക്ചർ അല്ലെങ്കിൽ നെസ്റ്റഡ് സ്ട്രക്ചറിൻ്റെ ഒരു ഫോമാറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിനകത്തുള്ള മെമ്പേഴ്സിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുക എങ്ങനെയായിരിക്കും, EMP, അതായത് ഏറ്റവും ഔട്ടർ സ്ട്രക്ചർ, ഏറ്റവും ആദ്യം ക്രിയേറ്റ് ചെയ്ത സ്ട്രക്ചറിലെ സ്ട്രക്ചർ വേരിയബിൾ ഡോട്ട് സെക്കൻഡ് ക്രിയേറ്റ് ചെയ്ത സ്ട്രക്ചറിലെ സ്ട്രക്ചർ വേരിയബിൾ. സോ EMP ഡോട്ട് ആഡ് ഡോട്ട് ദെൻ അതിനകത്തുനിന്ന് നമുക്ക് എന്താണ് വേണ്ടത്, സാലറി ആണോ, നെയിമാണോ, ID ആണോ, അങ്ങനെ നമുക്ക് അതിൽ നിന്ന് ഓരോ എലമെൻറ്റിനെ അല്ലെങ്കിൽ മെമ്പറിനെ പിക്ക് ചെയ്തെടുക്കാം. സോ EMP ഡോട്ട് ആഡ് ഡോട്ട് സാലറി, EMP ഡോട്ട് ആഡ് ഡോട്ട് നെയിം, അങ്ങനെയായിരിക്കും സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ നിന്ന് വേറൊരു സ്ട്രക്ചറിനെ വെച്ച് ക്രിയേറ്റ് ചെയ്തിട്ട് മെമ്പറിനെ ആക്സസ് ചെയ്യാം. ദെൻ ദ നെക്സ്റ്റ് ടോപ്പിക് യൂണിയൻ. ഓൾ ദ മെമ്പേഴ്സ് ഓഫ് യൂണിയൻ യൂസ് ദ സെയിം മെമ്മറി ലൊക്കേഷൻ. അതായത് സ്ട്രക്ചറിൻ്റെ അതേ ഫങ്ഷൻ തന്നെയാണ് യൂണിയനും വരുന്നത്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡാറ്റ ടൈപ്സ് ഉള്ള എലമെൻസിനെ നമുക്ക് സ്റ്റോർ ചെയ്തിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂണിയൻ എന്ന് പറയുന്ന യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നത്. സ്ട്രക്ചറിൻ്റെ സിൻടാക്സ് എന്താണോ അതേ ഫോമാറ്റ് തന്നെയാണ് യൂണിയൻ്റെയും സിൻടാക്സിന് വരുന്നത്. അതിൽ യൂസ് ചെയ്യുന്ന കീവേഡ് ഡിഫറെൻ്റ് ആണെന്നേ ഉള്ളൂ. സ്ട്രക്ചറിന് സ്ട്രക്റ്റ് എന്നുള്ളതിന് പകരം യൂണിയനിൽ യൂണിയൻ എന്നായിരിക്കും നമ്മൾ കൊടുക്കുക. അല്ലാതെ വേറെ ഒന്നും ഒരു ചേഞ്ചും വരുന്നില്ല, സെയിം ഫോമാറ്റ് തന്നെയായിരിക്കും. ബട്ട് സ്ട്രക്ചറും യൂണിയനും തമ്മിലുള്ള ഒരു മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് അതിന് സെയിം മെമ്മറി ലൊക്കേഷനായിരിക്കും ഓരോ മെമ്പറും യൂസ് ചെയ്യുക യൂണിയനിൽ. അതാണ് മെയിൻ ഡിഫറൻസ് വരുന്നത്. അതായത് ഇൻറ്റീജർ, ഫ്ലോട്ട്, ക്യാരക്ടർ, അങ്ങനെ ഡാറ്റ ടൈപ്സുകൾ ഓരോന്നിനും മെമ്മറി ലൊക്കേഷനിൽ ഒരു സൈസ് ഉണ്ട്. അതായത് ഇൻറ്റീജർ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പിന് വരുന്നത് 2 bytes ആണ് അതിൻ്റെ മെമ്മറി ലൊക്കേഷനിൽ. ഫ്ലോട്ടിനാണെങ്കിൽ 4 bytes ആണ്, ക്യാറിനാണെങ്കിൽ 1 byte ആണ്. അങ്ങനെ ഓരോ ഡാറ്റ ടൈപ്പിനും ഓരോ സൈസ് ഉണ്ട് മെമ്മറി ലൊക്കേഷൻ ആക്സസ് ചെയ്യുന്നതിന്. അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് സ്ട്രക്ചറും യൂണിയനും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് പറയാൻ പറ്റുക.
ഇപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൽ നമുക്ക് ഇൻറ്റ് എം ഫ്ലോട്ട് എക്സ് ക്യാർ സി എന്ന് പറഞ്ഞിട്ട് 3 സ്ട്രക്ചർ മെമ്പേഴ്സ് അല്ലെങ്കിൽ യൂണിയൻ മെമ്പേഴ്സിനെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ ഇൻറ്റീജർ ഒരു ഡാറ്റയേ ഉള്ളൂ, എം എന്ന് പറയുന്നത് ഒരു ഡാറ്റയേ ഉള്ളൂ. സോ 2 bytes ആണ് അതിനാവശ്യം വരിക. ഇത് ഒരു 3 ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ എം ഓഫ് 1 എന്നായിരുന്നു കണ്ടീഷൻ എന്നുണ്ടെങ്കിൽ 0 1 എന്ന് പറയുന്ന 2 എലമെൻറ്റിലുണ്ടോ. അപ്പോൾ 2 × 2 4 bytes ആയിരിക്കും. അപ്പോൾ അതിന് മൊത്തം മെമ്മറി ലൊക്കേഷൻ വേണ്ടി വരിക. ഒരു 10 എലമെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ 10 × 2 20 bytes ആയിരിക്കും ഈ ഇൻറ്റീജർ മെമ്പേഴ്സിന് മെമ്മറി ലൊക്കേഷനിലായിട്ട് ആവശ്യം വരിക. അപ്പോൾ ഇതിനകത്ത് ഒരു ഡാറ്റയേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു എലമെൻറ്റേ ഉള്ളൂ. സോ 2 bytes വേണ്ടി വരും. ദെൻ ഫ്ലോട്ടിലും ഒരെണ്ണേ ഉള്ളൂ. ഫ്ലോട്ടിന് ഓൾറെഡി വേണ്ടത് 4 bytes ആണ്. സോ 4 ഉണ്ടാവും. ക്യാർ ഒരു എലമെൻറ്റേ ഉള്ളൂ. ക്യാറിന് ഓൾറെഡി വേണ്ടത് സൈസ് മെമ്മറി ലൊക്കേഷനിൽ വേണ്ട സൈസ് എന്ന് പറയുന്നത് 1 byte ആണ്. അപ്പോൾ യൂണിയനിൽ നമ്മൾ ചെയ്യുമ്പോൾ ഇതിനകത്തുള്ള ബിഗ്ഗർ സൈസ് ഏതാണെന്നുള്ളതാണ് നമ്മൾ നോക്കുക. ഫ്ലോട്ട് എന്ന് പറയുന്നതിനാണ് 4 bytes. ബാക്കിയൊക്കെ അതിലും കുറവ് മെമ്മറി ലൊക്കേഷൻ വേണ്ടവരാണ്. സോ 4 bytesനെ ആയിരിക്കും നമ്മൾ ആദ്യം പിക്ക് ചെയ്യുക. 4 bytes ഉള്ളതിന് 100 101 102 103 അങ്ങനെ നമ്മളൊരു പൊസിഷൻ കൊടുത്തിട്ടുണ്ട്. 4 bytesനുള്ള പൊസിഷൻ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ആക്സസ് ചെയ്യുന്നു ഇൻറ്റ്, ദെൻ ഫ്ലോട്ട്, ദെൻ ക്യാർ. ഇതിൽ ഏറ്റവും കുറവുള്ളതാണ് ക്യാർ സി, അതായത് ക്യാരക്ടറിന് 1 byte വേണ്ടു. സോ 1 byte ഉള്ള സീനെ ഫസ്റ്റ് നമ്മൾ അലോക്കേറ്റ് ചെയ്തു. ദെൻ പിന്നെ നെക്സ്റ്റ് സൈസ് കുറവുള്ളതാണ് 2 bytesലാണ് ഇൻറ്റ്. ഇൻറ്റിൽ എം എന്ന് പറയുന്നതിനെ പിന്നെ അലോക്കേറ്റ് ചെയ്തു. 2 bytes വേണ്ടു. ഇപ്പോൾ 100 101 അതിനെ അലോക്കേറ്റ് ചെയ്തു. ദെൻ ലാസ്റ്റ് എൻഡിലുള്ളതാണ് ഫ്ലോട്ടിന് 4 bytes വേണം. ഫ്ലോട്ട് എക്സ്. സോ എക്സിന് 4 bytes നമ്മൾ അലോക്കേറ്റ് ചെയ്തു. 1 2 3 4. ഇങ്ങനെയാണ് യൂണിയനിൽ മെമ്മറി ലൊക്കേഷനെ അലോക്കേറ്റ് ചെയ്യുക. അപ്പോൾ ഈ യൂണിയനിൽ നമ്മൾ ആക്സസ് ചെയ്യുന്ന ഓരോ മെമ്പറിനും അതിൽ ഏറ്റവും മാക്സിമം സൈസ് എന്ന് പറയുന്നത് 4 bytes ആണ്. അത് ആ ഒരു മെമ്മറി ലൊക്കേഷനെ മാത്രമേ ആക്സസ് ചെയ്യുള്ളൂ. അതേസമയം സ്ട്രക്ചറിലാണെന്നുണ്ടെങ്കിൽ ഇത് ഓരോന്നും പ്ലസ് ചെയ്തിട്ട് അതിൻ്റെ ടോട്ടലാണ് നമുക്ക് ആക്സസ് ചെയ്യേണ്ടി വരിക. അപ്പോൾ ഇത് സ്ട്രക്ചറിലാണ് നമ്മൾ ചെയ്തതെന്നുണ്ടെങ്കിൽ 4 + 2 + 1 ആയിരിക്കും ടോട്ടൽ മെമ്മറി ലൊക്കേഷൻ അതിന് വേണ്ടി വരിക. അതായത് 7 bytes ആയിരിക്കും അതിൻ്റെ മെമ്മറി ലൊക്കേഷൻ നമുക്ക് സ്ട്രക്ചറിലാണെങ്കിൽ വേണ്ടി വരിക. ഇതാണ് സ്ട്രക്ചറും യൂണിയനും തമ്മിലുള്ള ഡിഫറൻസ്. ബാക്കിയുള്ള ഓപ്പറേഷൻസും കാര്യങ്ങളും എല്ലാം രണ്ടിലും സെയിം തന്നെയാണ്. അതിൻ്റെ ഫങ്ഷനും അതായത് അതിൻ്റെ യൂസും അല്ലെങ്കിൽ അഡ്വാൻറ്റേജും സെയിം തന്നെയാണ്. ഓക്കെ, താങ്ക് യു.